പാലക്കാട് മേപ്പറമ്പിൽ അർദ്ധരാത്രി വീട് കയറി കുടുംബത്തിനെതിരെ CPM ആക്രമണം. പിരിയാരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും BJP നേതാവുമായ വാര്യംപറമ്പ് സ്വദേശി വിനോദിനും കുടുംബാംഗങ്ങൾക്കുമാണ് മർദ്ദനമേറ്റത്. 1.5 വയസ്സുള്ള കുട്ടിയെ എടുത്തെറിഞ്ഞതായും പരാതി. സംഭവത്തിൽ നടപടിയെടുക്കാൻ പോലീസ് വിമുഖത കാണിക്കുന്നതായും ആക്ഷേപം. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഈ സംഭവിക്കുന്നത്? 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലും എടുത്തെറിയുന്ന തരത്തിലേക്കുള്ള കാടത്തം CPM കാണിക്കുന്നു. എന്ത് വിരോധത്തിന്റെ പേരിലായും കുഞ്ഞിനെ ഇങ്ങനെ എടുത്തെറിയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം? അശ്വതി, പാലക്കാട് മേപ്പറമ്പിലാണ് ഇത്തരത്തിൽ BJPയുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനും കുടുംബത്തിനും നേരെ CPMന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉൾപ്പെടെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ എടുത്തെറിയാൻ വേണ്ടി ആ കുട്ടിയുടെ കാലിലൊക്കെ പിടിച്ച് വലിച്ചു എന്നുള്ള തരത്തിലാണ് പറയുന്നത്. മേപ്പറമ്പ് വാര്യംപറമ്പ് സ്വദേശിയായിട്ടുള്ള വിനോദിനും കുടുംബത്തിനും നേരമാണ് ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ ആ കുടുംബാംഗങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ട് ഇവിടെയുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി 12 മണിക്ക് വീട്ടിലേക്കുള്ളിൽ കുട്ടികളെയും 7 പേര് വീട്ടിലേക്കുള്ളിൽ കയറി വാതിൽ തട്ടി തുറന്ന കുട്ടിനെ കോളറിൽ പിടിച്ചിട്ട് ബാട്ടിൽ വെച്ച് അടിച്ചിരിക്കുകയാണ് മുഖത്ത്. അവന് ബീര് ബാട്ടിൽ വെച്ചിട്ട് തടുക്കാൻ വന്ന കുട്ടികളെ ഒരു കുട്ടീനെ സിനിമയിൽ കാണുന്ന പോലെ 1 വയസ്സായി കുട്ടീനെ തൂക്കി എറിഞ്ഞ് കുട്ടീനെ കഴുത്തിലേക്ക് എറിഞ്ഞ് നെങ്ങത്തിൽ കുത്തിയിട്ട് കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത്ര കുട്ടികളെ ആസ്പത്രിയിൽ കടത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിന് എന്താ കാരണം, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. അതായിരുന്നു അവരുടെ പരിപാടി. അവർക്ക് കൂടുതൽ സമയത്ത് അവർക്ക് വൈരാഗ്യങ്ങൾ ഈ ഡാൻസ് വെച്ച് മുതലാക്കിയെന്നാണ്. അവർക്ക് ഭാര്യയും മക്കളും കുടുംബമൊക്കെ ഇല്ലേ. അപ്പം അതേപോലെ ഞങ്ങൾ ആക്രമിക്കാനുള്ള ആവേശം ഇപ്പം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഒരു കുടുംബം മൊത്തം വലിയ ആശുപത്രി കൊണ്ടാക്കിയിരിക്കല്ലേ. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ വേദന ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല. ചെറിയച്ഛൻ വലിയച്ഛന്മാർ പറയാനും കുടുംബക്കാരും ആ നാട്ടുകാരൊന്നും ഞങ്ങൾക്ക് സൈഡല്ല. എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ട് ഒറ്റക്കൂടിയൊക്കെ ആക്കിയിട്ട് നിർത്തിയിരിക്കും. വൈരാഗ്യത്തിന് കാരണം ഒരു അമ്പലത്തിൽ ഒരു വിഗ്രഹം പോയി. അതിന് ഞങ്ങളുടെ ആങ്ങളെ എടുത്ത് പറഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കിയത് പേര് വന്നതൊക്കെ വേറെ. എൻ്റെ ആങ്ങളുടെ മേലെ ഒരു തെറ്റില്ല എന്നുള്ളത് അറിഞ്ഞിട്ട് അത് ആര് കണ്ടുപിടിച്ച് എവിടെ നിന്ന് കിട്ടിയെന്ന് ഇന്ന് വരെയ്ക്ക് അത് വെളിയിൽ വന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് അത് പോയിരിക്കണമെന്നുള്ള തെളിവ് കണ്ടുപിടിക്കണമില്ല. അങ്ങനെ ആ വൈരാഗ്യത്തിൻ്റെ പ്രകാരം ഞങ്ങൾക്ക് ഇത്ര വർഷം ഇവർ വൈരാഗ്യം കൊണ്ടാണ് എൻ്റെ ഏട്ടനെ കൊണ്ടുവരുന്നത്. ഒരു കേസ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടി വിനോദിനെ തല്ലിയ ഏട്ടന് പെരുമാറിയ ഒരു കേസ് കിട്ടി എൻ്റെ ഏട്ടനെ ഉള്ളിൽ കൊണ്ടിടാന്നുള്ള ഇതിലാണ് വീട് കയറി തല്ലിയിരിക്കുന്നത്. വിനോദിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അനിയൻ്റെ ഭാര്യനെയും കുട്ടികളെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. കഞ്ചാവ് കേസിൽ കുടിയിൽ നടന്ന സംഭവമാണിത്. കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് ചെറിയ നിങ്ങളെ മോളെ ഉൾപ്പെടെയാണ്. അതെ, എനിക്കൊരു കൊച്ചുണ്ട്. ഇതാണ് മോന്. ഞങ്ങളെ അനിയന്മാരനെ തല്ലിനേണ്ടപ്പോൾ ഞാൻ പിടിച്ച് മാറ്റാൻ വേണ്ടി പോയതാണ്. അപ്പം എന്നെ പിടിച്ചിട്ട് എന്നെയും കൊച്ചിനെയും പിടിച്ച് ഉണ്ടി താഴെ ഇട്ടു. എന്നിട്ട് കൊച്ചിനെ എടുക്കുക അവർ. എന്നിട്ട് അത് ചിരിക്കുക. വീട് പറയുമ്പോൾ അവർ വിടുന്നില്ല. ഇതോടുകൂടി ഒന്നും അവസാനിക്കില്ല. എന്നിട്ട് കൊച്ചിനെ എടുത്തിട്ട് ഒരുമാതിരി ചിരിച്ചിരിക്കുക. ഷോൾഡറിലൊക്കെ നല്ല ഇതുണ്ട്. ഷോൾഡറിൽ ഇളകിയിരിക്കുകയാണ്. മുതുകത്തൊക്കെ നല്ല പരിക്ക് കാര്യങ്ങളുണ്ട്. വലിയ രീതിയിൽ ആശങ്കപ്പെടുന്നു. നല്ല രാത്രി 12 മണിക്ക് വന്നിട്ട് വീട്ടിൽ ഞങ്ങൾ ഉറങ്ങി കിടക്കുന്ന ഡോറ് തുറന്നിട്ടാണ് ആക്രമിച്ചിരിക്കുന്നത്. എൻ്റെ മോനെ അനിയനെ വന്നിട്ട് തല്ലാന്നൊന്നും. അനിയനെ തല്ലിയത് കുപ്പി ക്ലാസ്സും കൊണ്ടാണ് തല്ലിയത്. കളിയച്ചനെയും തല്ലിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മകൻ എന്താണ് ചാച്ചനെ തല്ലി കൊണ്ട് ചോദിക്കാൻ പോയപ്പോൾ മകന്റെ മേലെ അദ്ദേഹത്തിന്റെ ഭാര്യ മകനും ഏട്ടന്റെ മകനും സുധാകരന്റെ മകൻ പരിക്ക് പറ്റിയിരിക്കുന്നു. അത് തന്നെയാണ് ഈ പിരായിരി പഞ്ചായത്തിലെ BJPയുടെ വൈസ് പ്രസിഡന്റാണ്. ഇതെന്താണ് ഇതിൽ ഈ CPMന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ആക്രമണം? ഇതിൽ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു നേരത്തെ. അതുകൂടാതെ പിന്നീട് അതൊരു രാഷ്ട്രീയ വൈരാഗ്യത്തിലേക്ക് മാറുകയായിരുന്നു. അവർ തുടർച്ചയായിട്ട് ഈ കുടുംബത്തെ ഭീഷണിപ്പെടുത്തലും ഇവരെ ആക്രമിച്ചുകൊണ്ടിരിക്കലുണ്ട്. ഇതിന് മുന്നായിട്ട് ഇപ്പോൾ അടികൊണ്ട പരിക്കേറ്റ വിനോദ് പറഞ്ഞവൻ്റെ ഏട്ടനെയും ഇതിനു മുന്നും ഇവർ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ നേരത്തെ ഒരു LDFന്റെ കുടുംബമായിരുന്നു. അതിൽ നിന്ന് വിട്ട് BJPയിലേക്ക് വന്ന പരിസരം കുറച്ച് BJPക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അപ്പോൾ അവർ നിരന്തരം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിരന്തരമായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. CPM നിരന്തരമായിട്ട് BJPയുടെ പ്രവർത്തകരുടെ വീട്ടിൽ കയറി ആക്രമിക്കലും അതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കാറുള്ളതാണ്.
മുൻപ് തൊട്ടേ ഈ പ്രശ്നങ്ങൾ ക്ഷേത്രവും മറ്റുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിൽ തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇവർ CPM കുടുംബമായിരുന്നു, അവർ BJPയിലേക്ക് വരിക കൂടെ ചെയ്തതോടുകൂടെ ഓരോ പ്രശ്നങ്ങൾ ബോധപൂർവ്വം സൃഷ്ടിച്ചിട്ട് ആക്രമിക്കുകയായി. അതെ, ബോധപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് CPM. CPMന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയാണ് ആക്രമിച്ചിരിക്കുന്നതാണ്. ഇതുവരെ പരിക്കേറ്റ ആളുകൾ ഇപ്പോൾ ഇത് ജില്ലാ ആശുപത്രിയുടെ മുൻവശമാണ്. ഇതിനകത്ത് ഇപ്പോൾ പരിക്കേറ്റവർ കിടക്കുന്നുണ്ട്. അതായത് വിനോദ് എന്ന 43 വയസ്സുകാരൻ, സുകന്യ എന്ന 33 വയസ്സുകാരി, അജയ് കൃഷ്ണ എന്ന 19 വയസ്സുകാരൻ, ആദർശ് എന്ന 23 വയസ്സുകാരൻ, യെലോ എന്ന 1.5 വയസ്സുകാരൻ, അഞ്ജന എന്ന 14 വയസ്സുകാരി, അശ്വിനി എന്ന 16 വയസ്സുകാരി, ഇത്രയും പേർക്ക് നേരെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൽ കണ്ണില്ലാത്ത ക്രൂരതയാണ് പാലക്കാട് അരങ്ങേറിയിരിക്കുന്നത്. വീണ്ടും CPM കാടത്തം, വീണ്ടും തനിനിറം കാണിച്ചിരിക്കുകയാണ് CPM. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ജനം TV പുറത്തു കൊണ്ടുവന്നത് വീണ്ടും CPMന്റെ ഗുണ്ടാ സ്വഭാവം പുറത്തെടുത്തുന്ന തരത്തിലുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ്.